എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ റുക്കിയയുടെ ആ ഒരു വലിയ പ്രശ്നമായിരിക്കും കാണിക്കുക. ഇന്നാണ് റുക്കിയയുടെ എക്സിക്യൂഷൻ നടക്കുന്ന ആ ഒരു ദിവസം. ഒരുപാട് സോൾ റിപ്പേഴ്സും സെക്യൂരിറ്റീസ് എല്ലാവരും അവളുടെ സെല്ലിന് മുൻപിൽ അങ്ങനെ റെഡിയായിട്ട് കാവൽ നിൽക്കുകയാണ്. റുക്കിയാണെങ്കിൽ 2 ലേഡി സോൾ റിപ്പേഴ്സ് പതിയെ പുറത്തേക്ക് കൊണ്ടുവരും. മറ്റൊരു ഭാഗത്ത് സ്ക്വാഡ് 11 അവരാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒന്നിച്ച് റുക്കിയെ അവളെ സേവ് ചെയ്യാനായി ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സെറാക്കി ആളും ആളുടെ പിങ്ക് പെണ്ണും മറ്റൊരു ലേഡി അസിസ്റ്റന്റും അവർ 3 പേരും ചേർന്ന് അവരുടെ ടീമിലുള്ള എല്ലാവർക്കും ചില ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും. ആ പിങ്ക് പെണ്ണാണെങ്കിൽ എപ്പോഴത്തേതും പോലെ നമ്മുടെ സെറാക്കിക്ക് റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് പുറകിലുണ്ടായിരുന്ന അസിസ്റ്റൻസ് ആണെങ്കിൽ വിളിച്ചു പറയും അവൾ എപ്പോഴും പറഞ്ഞു തരിക തെറ്റായിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. സോ അവൾ പറയുന്നത് കേട്ട് പോയാൽ ഉറപ്പായിട്ടും നമ്മുടെ ഡയറക്ഷൻസ് അത് തെറ്റും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മുടിയനെയും അടിപ്പയ്യനെയും ബ്രോയെയും കാണിക്കും. അവർ 3 പേരും അങ്ങനെ ആ സെല്ലില് കുറച്ച് ദിവസങ്ങളായി കഴിച്ചു കൂട്ടും. അവർക്ക് 3 പേർക്കും എങ്ങനെയെങ്കിലും ഇപ്പൊ അവിടുന്ന് പുറത്ത് കടക്കണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ. സോ അതിനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് 3 പേർക്കും നമ്മുടെ പവറൊക്കെ കമ്പൈൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ സെല്ല് തകർത്ത് പുറത്ത് കടക്കണം. റുക്കിയെ അവളെ സേവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തിയതിന് യാതൊരു യൂസും ഇല്ലാതായി പോകും. അവരാണെങ്കിൽ കാര്യമായിട്ട് പുറത്തേക്ക് എങ്ങനെ കടക്കാം എന്ന് ചിന്തിക്കുന്ന അതേസമയം നമ്മുടെ സെറാക്കിയും അവന്റെ ഗേൾസ് ടീമും അവരെല്ലാവരും അവിടേക്ക് എത്തുകയാണ്. സെറാക്കിയെ കണ്ട് അവർ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായി അവളെ തന്നെ നോക്കും. സെറാക്കി വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയം അവരുടെ മനസ്സിലുണ്ടാവും. സെറാക്കി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബ്രോയെ നോക്കി അങ്ങനെ ടെററായിട്ട് ചിരിക്കും. അത് കാണേണ്ട താമസം നമ്മുടെ ബ്രോ അവൻ ഓ നോ നീ വീണ്ടും ഇവിടേക്ക് വന്നോ ചോദിച്ച് പേടിച്ച് പുറകിലേക്ക് മാറുകയാണ്. അത് കണ്ട് ഒർഹിബയാണെങ്കിൽ ഇപ്പൊ സെറാക്കിയുടെ പുറത്തുനിന്ന് താഴേക്ക് ചാടി വരും. അയ്യോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആളിങ്ങനെ ടെറർ ലുക്ക് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെറാക്കയും അവന്റെ ടീമും ഇപ്പൊ നമ്മളോടൊന്നിച്ചാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് അവരിവിടേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എത്രയും വേഗം റുക്കിയുടെ എക്സിക്യൂഷൻ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചേ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ നമുക്കും ഈ സോൾ റിപ്പേഴ്സിനെ പോലെ നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ എല്ലാവർക്കും ഉള്ള കോസ്റ്റ്യൂംസ് കൊടുക്കും. അവർ ഞൊടിയിടയിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റുക്കിയെ എക്സിക്യൂഷൻ നടത്താൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകും. കട്ട് ചെയ്ത കുച്ചിക്ക് ക്യാപ്റ്റൻ കുച്ചിക്ക് ആളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആളുടെ കയ്യിൽ ആളുടെ വൈഫിന്റെ ഫോട്ടോയും റുക്കിയുടെ ഫേസും അത് തമ്മിൽ നല്ല മാച്ച് ഉണ്ട്. ആൾ അല്പസമയം ആ ഫോട്ടോയിലേക്ക് തന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ക്യാപ്റ്റൻ കോമയെ കാണിക്കുകയാണ്. ആളുടെ അടുത്തേക്ക് ഇപ്പൊ മറ്റൊരാൾ വന്ന് പറയും ആക്ച്വലി റുക്കിയ സോൾ സൊസൈറ്റിക്ക് എതിരായിട്ട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവൾക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്, ഡെത്ത് പെനാൽറ്റി. എന്നാണ് അവളുടെ വിധി അത് നടപ്പാക്കാനായി പോകുന്നത്. നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ? ക്യാപ്റ്റൻ കോമ ആളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ആളുടെ ലൂട്ടനന്റ് ആ കണ്ണാടിക്കാരൻ ലൂട്ടനന്റ് ആളാണെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റനോട് പറയും ക്യാപ്റ്റൻ എക്സിക്യൂഷൻ ടൈം അത് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്, നമ്മൾ എത്രയും വേഗം അവിടേക്ക് പോകണം. കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ ക്യാപ്റ്റൻ തൂഫാനും ടീമും അവിടേക്ക് എത്തും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സ്ക്വാഡ് 2ന്റെ ലൂട്ടനെ കാണിക്കും. അവനാണെങ്കിൽ ഫുൾ ടൈം വിശപ്പാണ്. അവൻ കയ്യിൽ കിട്ടിയ എന്തൊക്കെയോ സ്നാക്സ് അതങ്ങനെ കടിച്ചു പറിച്ച് തിന്നുകൊണ്ടേയിരിക്കും. അവൻ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അവന്റെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ ക്യാപ്റ്റനോട് ചോദിക്കും സത്യത്തില് റുക്കിയെ കൊല്ലുന്നത് അത് ശരിക്കും ന്യായമാണോ? അവൾ അതിനു മാത്രമുള്ള തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് ക്യാപ്റ്റൻ പറയും എന്റെ മുൻപിൽ ശരി തെറ്റ് എന്നൊന്നുമില്ല, എനിക്ക് പ്രധാനം എൻ്റെ മിഷൻസ് മാത്രമാണ്, അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ ചെയ്യുന്ന ഏക കാര്യം. നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നത് എന്തോ അത് മാത്രം നീ ഫോളോ ചെയ്യുക. അത് കേട്ട് ആ മോട്ടു ലൂട്ടനന്റ് അവനും ഓക്കെ പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ടീം സെറാക്കിയെ കാണിക്കും. അവരാണെങ്കിൽ റുക്കിയെ കൊല്ലാൻ പോകുന്ന ആ ഒരു സ്ഥലം അത് ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോവാണ്. എപ്പോഴത്തേതും പോലെ നമ്മുടെ പിങ്കുമുടി പെണ്ണ് അവളായിരിക്കും ഇപ്പോഴും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അവള് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്തോറും ആ മൊട്ട അവളെ കളിയാക്കാനായിട്ട് തുടങ്ങും. അതിനവൾ ചാടിപ്പോയി ആ മൊട്ടയുടെ തലയിൽ അച്ചരം പൊച്ചരം കടിക്കുകയാണ്. മൊട്ടയാണെങ്കിൽ വേദനയിൽ നിലവിളിക്കും. അടുത്ത നിമിഷം സെറാക്കി അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. സെറാക്കിക്ക് മനസ്സിലാവും അവിടെ ആരൊക്കെ ഉണ്ടെന്ന്. നല്ല രീതിയിൽ സോൾ എനർജി അത് ആൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനർത്ഥം ഏതോ സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ അവിടെ ഉണ്ട്. സെറാക്കി ആണെങ്കിൽ വിളിച്ചു പറയും
ആരാണെങ്കിലും പുറത്തേക്ക് വരണം. നിങ്ങളെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അടുത്ത നിമിഷം നമ്മൾ മുൻപ് കണ്ട ക്യാപ്റ്റൻ കൂമ ആൻഡ് ടീം അവരങ്ങനെ സെറാക്കിക്ക് നേരെ വരികയാണ്. കൂമയുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ ക്യാപ്റ്റൻ തോഷ്യനും അവിടേക്ക് വരികയാണ്. തോഷ്യയാണെങ്കിൽ ഇപ്പൊ സെറാക്കിയോട് ചോദിക്കും, നിങ്ങൾക്കറിയാം നീ നിന്റെ ടീമും ഇപ്പോ സോൾ സൊസൈറ്റിക്ക് എതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണെന്ന്. ഇതിൽ നിങ്ങളുടെ പ്ലാൻ എന്താ? നിങ്ങൾ എന്താ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണേ? പക്ഷെ സെറാക്കി ആണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കില്ല. അതിനാ ക്യാപ്റ്റൻ ആണെങ്കിൽ വീണ്ടും ചോദിക്കും, നീ സോൾ സൊസൈറ്റിയിൽ നിന്ന് റിലീവ് ചെയ്യാണോ? അത് കേട്ട സെറാക്കി അവൻ ഫുൾ കലിപ്പില് അവരോട് പറയും, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളോട് 4 പേരോടും ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് ആളാണെങ്കിൽ ആളുടെ ഗേൾസ് ചിങ്കടികളെ എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും. അതിനുശേഷം സമ്പത്തൊക്കെ എടുത്ത് അവരോട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ ആ പിങ്ക് പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും കൊണ്ട് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അതേസമയം സെറാക്കിയുടെ 2 ലൂട്ടനൻസ് അവര് മാത്രം സെറാക്കിയുടെ കൂടെ നിൽക്കും. ഇവരുടെ കൂടെയുള്ള ഇവരുടെ അസിസ്റ്റന്റ് ലൂട്ടനൻസ് അവരെ നേരിടാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. മാസ്റ്റർ സെറാക്കിക്ക് ഓൾറെഡി 2 ക്യാപ്റ്റൻസുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യണ്ടേ. സോ മാസ്റ്ററിന്റെ കൂടെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. സെറാക്കി ആണെങ്കിൽ ടെററായിട്ട് നിൽക്കുന്ന കണ്ട കോമ ആളാണെങ്കിൽ സെറാക്കിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആളുടെ അടുത്തേക്ക് ഓടി അടുക്കും. അടുത്ത നിമിഷം വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് കൂമയും സെറാക്കിയും അവര് തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ആ ഗ്യാപ്പിൽ തോഷനാണെങ്കിൽ ഒരുപാട് സ്ക്വാഡുകൾ അങ്ങനെ സെറാക്കിക്ക് നേരെ വലിച്ചെറിയും. സെറാക്കി ആണെങ്കിൽ ഈ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് കോമയിൽ നിന്ന് അങ്ങനെ മാറും. അതിനുശേഷം ആ സ്ക്വാഡുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് അങ്ങനെ തെന്നി മാറി നിൽക്കുകയാണ്. 2 ക്യാപ്റ്റൻസിനെ ഇപ്പൊ സെറാക്കി ഒന്നിച്ച് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. ആ സ്ക്വാഡുകൾ തെറിച്ചു വന്നതിൽ കുറച്ച് സ്ക്വാഡുകൾ ഓൾറെഡി സെറാക്കിയുടെ ബോഡിയിൽ തറച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചെറിയ പരിക്കുകൾ മാത്രമാണ് സെറാക്കിയുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കണ്ട ഓപ്പോസിറ്റുള്ള 2 ക്യാപ്റ്റൻസ്, ഓ നോ, നമ്മുടെ അറ്റാക്കിൽ അവന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത ടെക്നിക്സ് ഒക്കെ കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. സെറാക്കി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ആളുടെ ബോഡിയിലുണ്ടായിരുന്ന സ്ക്വാഡുകൾ അതങ്ങനെ വലിച്ചൂരിയെടുക്കും. അതിനുശേഷം ക്യാഷ്വലായിട്ട് അവരോട് പറയും, നിങ്ങൾ 2 ക്യാപ്റ്റൻസ് ചേർന്നിട്ടും എൻ്റെ ബോഡിയിൽ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ? ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾ 2 പേരും യൂസ്ലെസ്സുകളാണ്. അത് കേട്ട് ആ ക്യാപ്റ്റൻസിന്റെ ദേഷ്യവും അരിശവും പകയൊക്കെ അങ്ങനെ കൂടി വരും. എന്ത് വില കൊടുത്തും സെറാക്കിയെ കൊല്ലണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ആ ഒരു അണ്ടർഗ്രൗണ്ട് കാണിക്കും. അവിടെയാണെങ്കിൽ റാഞ്ചി ആണെങ്കിൽ അവന്റെ ട്രെയിനിങ് ഒക്കെ ഓൾമോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ ക്യാറ്റ് ലേഡിയുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിക്കും, ഇച്ചിഗോയെ കൊണ്ട് ബാങ്കായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? റുക്കിയുടെ എക്സിക്യൂഷന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ അവൻ ബാങ്കായി ക്രിയേറ്റ് ചെയ്ത് അവളെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ അവൾ തീർച്ചയായിട്ടും നമ്മളെ വിട്ടു പോകും. അതിന് ക്യാറ്റ് ലേഡി ആണെങ്കിൽ തീർത്തു പറയും, എനിക്ക് ഇച്ചിഗോയിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അവൻ വളരെ വേഗം തന്നെ അവൻ്റെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഉറപ്പായാലും അവനെ കൊണ്ട് ബാങ്കായി റിലീസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ എല്ലാവരും എന്ത് വില കൊടുത്തും റുക്കിയെ തിരികെ കൊണ്ടുവരും എന്നവൾ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.